ഹലോ ഫുഡീസ്, ഇന്ന് ഓണം സ്പെഷ്യൽ വെറൈറ്റി ഓട്സ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓട്സും പഴവും കൊണ്ട് വെറും 2 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു ടേസ്റ്റി പായസത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പായസം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു പഴം, നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത ശേഷം ചെറുതായി അരിഞ്ഞ ചെറിയൊരു പീസ് ഉള്ളി ചേർത്തിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഓട്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ വറുത്തെടുത്ത ഓട്സിലോട്ട് നമുക്ക് ഒരു 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 750 ml പാലുണ്ടാവും. ഇത് പാൽ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും ഒരു 1/4 കപ്പ് പഞ്ചസാരയുമാണ്. ഇത് രണ്ടും ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഓട്സ് ഒക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പഴം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, നമ്മുടെ പായസത്തിൻ്റെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ. ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ലൂസായിട്ടാണ് ഈ ഒരു സമയത്ത് ഈ പായസം ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോഴേക്കും നമ്മുടെ പായസം നല്ല പാകത്തിനുള്ള ഒരു തിക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഈ ഓണത്തിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓട്സ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇത് എന്തായാലും വാങ്ങിക്കുടിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഓട്സും പഴവും എല്ലാം കൂടെ ചേരുമ്പോൾ. അപ്പോൾ ഈ ഉള്ളി മൂപ്പിച്ച ഓട്സ് പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണാം. താങ്ക്